കൈക്കെന്താ പറ്റി? ഒന്നും പറയണ്ട, തെക്കര രാമകുട്ടിയുടെ ഭാര്യയ്ക്ക് ബ്ലഡ് കൊടുത്തിട്ട് വരുന്ന വഴിയാ. രക്തം കൊടുത്തിട്ട് വരികയെ? തൻ്റെ തലയ്ക്ക് തീരെ സുഖമില്ലേ? ഞാൻ ഈ സമയം വരെ എൻ്റെ രക്തം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. എന്താ കാരണം? എന്താ കാരണം? പുറത്ത് പറയണ്ട. എൻ്റെ രക്തഗ്രൂപ്പേ റേറാത്രേ. നമ്മൾ മറ്റുള്ളവർക്ക് രക്തം കൊടുത്താൽ നമുക്ക് രക്തം ആവശ്യമായിട്ട് വന്നാൽ എവിടെ നിന്ന് കിട്ടും രക്തം? ഞാൻ അങ്ങോട്ട് പോട്ടെ, നല്ല ക്ഷീണമുണ്ട്. ശരി. അയ്യോ മോളെ, എന്ത് പറ്റി മോളെ? വരൂ. നിങ്ങളുടെ മകൾക്ക് ഇൻറ്റെസ്റ്റൈനൽ ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന അസുഖമാണ്. ഇത് സർവ്വസാധാരണമാണ്. അതിനേക്കാളേറെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് നിങ്ങളുടെ മകളുടെ ബ്ലഡ് ഗ്രൂപ്പാണ്. ബി നെഗറ്റീവാണ്. ഇന്ന് തന്നെ സർജറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. എന്തായി? മോൾക്കൊരു സർജറി പറഞ്ഞിട്ടുണ്ട്. അവളൊരു രക്തഗ്രൂപ്പ് ബി നെഗറ്റീവാ. കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറെ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. നീ വിഷമിക്കേണ്ടടാ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ. ഞാനൊരു മെസ്സേജ് അയക്കാം, അപ്പൊ കിട്ടും. ധൈര്യമായിട്ടിരിക്കേ. ആ ഇപ്പൊ വരും. ആ ശരി. സാറേ, എൻ്റെ രക്തഗ്രൂപ്പ് റയർ ഗ്രൂപ്പാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ രക്തം ദാനം ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇന്ന് എൻ്റെ മകൾക്കൊരാവശ്യം വന്നപ്പോഴാണ് രക്തദാനത്തിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. സാറിന് ഈ ഗ്രൂപ്പിൽ എന്നെയും അംഗമാക്കണം സാർ. അഭിരക്ഷതി പ്രാണാൻ രക്തം ദദാതു പ്രാണാൻ രക്ഷതു എന്നാണല്ലോ. ബ്ലഡ് കിട്ടിയല്ലോ, ഇപ്പൊ സന്തോഷമായില്ലേ? ഞങ്ങൾ RBGയിലെ അംഗങ്ങളാണ്. എന്താണ് RBG? റെയർ ബ്ലഡ് ഗ്രൂപ്പ് അസോസിയേഷൻ. അതായത് തീരെ ലഭ്യമല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പുകളായ AB നെഗറ്റീവ്, A നെഗറ്റീവ്, B നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളുള്ള ആൾക്കാരുടെ ഒരു അസോസിയേഷൻ. പേരെന്താ? വേലായുധൻ. ബ്ലഡ് ഗ്രൂപ്പ് A നെഗറ്റീവ്. നിങ്ങൾ പേരിന്റെ ഒപ്പം രക്തഗ്രൂപ്പും സേവ് ചെയ്യാം. അതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങൾ എല്ലാവരുടെയും രക്തഗ്രൂപ്പും സ്ഥലവും സേവ് ചെയ്യാറുണ്ട്. ഇനി ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളും വരണം രക്തം കൊടുക്കാൻ. അപ്പോ നമുക്കിറങ്ങാം. ഇതിനായി NSS യൂണിറ്റുകളെ നമുക്ക് സജ്ജമാക്കാം. രക്തം കിട്ടാൻ ഇന്ന് NSSന്റെ പോളാർ പദ്ധതിയുണ്ട്. പിന്നെന്തിനാ ടെൻഷൻ അടിച്ചേ? അതേ NSS യൂണിറ്റിലൂടെ റെഡ് ബ്ലഡ് ഡൊണേഷൻ പദ്ധതിയും ഞങ്ങൾ വിജയിപ്പിക്കും. അതിൽ താങ്കളും മകളും അംഗങ്ങളാണ്. പിന്നെ രക്തം കൊടുക്കൽ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം, രക്തദാനം മഹാദാനം.